ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം സവോള ഇട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മസാലകൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പൊടിൻ്റെ ഒരു മണം മാറി കഴിഞ്ഞ ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ വേവിച്ച് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയതാണ്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൊണ്ടുപോയി നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മാവ് ഓരോ ബോളായിട്ട് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ചുറ്റും നമുക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. അവിടെ നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ഓരോ കോൺ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അത് ചെയ്യേണ്ടത് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയിൽ വരും, നല്ലൊരു ഷേപ്പിൽ വരും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. നമുക്ക് ഈ ഒരു പരത്തിയെടുക്കണ ഒരു സംഭവം മാത്രമാണ് ഇത്തിരി നേരം പിടിക്കുക. ബാക്കിയൊക്കെ ഇപ്പം പെട്ടെന്ന് ആക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചെയ്തതൊക്കെ ഞാൻ നല്ല ചൂട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓരോ നമുക്ക് പൊരിച്ചെടുക്കാം. കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. കാരണം ആ ഒരു മാവ് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ലോവും ഹൈ ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിനെസ്സാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.